കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാണെന്ന് കരുതി ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുകയും ചെറിയൊരു ഭാഗം ആളുകളെ മാത്രം ചുറ്റും നിർത്തി പ്രോത്സാഹിപ്പിക്കുകയും കുറേ പേരുടെ വകയാണ് ഭരണവും കുറേ കരുതിയവർക്കുള്ള തിരിച്ചടിയാണ്. ജനാധിപത്യത്തിൽ വിശാല ബോധമാണ് ജനപിന്തുണയുടെ അടിസ്ഥാനം. ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന പഴയ ആപ്തവാക്യം സ്വാർത്ഥമതികളെ ഉദ്ദേശിച്ച് പൗരാണികന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മകനോടും എൻ്റെ ഭാര്യയോടും മാത്രം സംസാരിച്ച ശേഷം, അവിടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ ശേഷം ജനകീയ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. ഒരു പാർട്ടിയായിട്ട് ഞാൻ ആലോചിച്ചില്ല. 6 മാസം മുമ്പേ തന്നെ ഞാൻ ആലോചിച്ച് തുടങ്ങിയതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വല്ലാത്തൊരു ഗവേഷണം നടത്തി പിന്നീട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ഗവേഷണങ്ങളും എവിടെ എത്തിയെന്നപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എന്നെ പറ്റി ഇത് പറയുകയാണ്. അല്ല, എത്രമാത്രം അബദ്ധങ്ങളാണ് പറഞ്ഞത്. ഞാൻ ആരോടും ആലോചിച്ചില്ല. ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. കാരണം എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടിംഗ് കോമ്പസിഷൻ അറിയാം. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ്, ഇന്ന് കേന്ദ്രാധികാരത്തിലില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളിലാണ് അധികാരത്തിലെങ്കിലും ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടിയാണ്. അത് CPM-ന്റെ രേഖകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ആ മതനിരപേക്ഷ പാർട്ടിയായ കോൺഗ്രസ് എനിക്ക് പിന്തുണ, കോൺഗ്രസ് UDF എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ കക്ഷി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. 101% അവർ മതനിരപേക്ഷ പ്രസ്ഥാനമാണ്. 101%. ആ പേര് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാ നിലപാടും ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പൊതു സമീപനത്തിന് അനുരോധമായിട്ടുള്ളതാണ്. യാതൊരു വർഗീയതയും അവർ വോട്ടിങ്ങിൽ കാണിക്കാറില്ല. അമ്പലപ്പുഴ പ്രത്യേകിച്ച് രാഷ്ട്രീയ വോട്ടാണ്. ഞാൻ എന്ന് ആലപ്പുഴയിലെ 27 വാർഡുകൂടി ചേർന്ന് അമ്പലപ്പുഴയിൽ മത്സരിച്ചോ, അന്നെല്ലാം എനിക്ക് സക്കരിയ ബസാർ, അതുപോലെ തന്നെ ലജനത്ത്, സിവിൽ സ്റ്റേഷൻ, അങ്ങനെ കുറേ 10-14 വാർഡുണ്ട് അവിടെ. ന്യൂനപക്ഷ മുസ്ലിം ജനത ഒന്നുകിൽ 95%, ടോട്ടലായിട്ട് ഈ 14 ബൂത്ത് എടുത്താൽ ഏകദേശം 70%. അവിടെ എല്ലാം എനിക്ക് 2015 ചില്ലുവാന വോട്ടാണ് ആ 14 വാർഡ് ബൂത്ത് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്. ആലപ്പുഴ ടൗണിൽ നിന്ന് എനിക്ക് 7300 വോട്ട് ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഇത് കാണിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കൊരു വർഗീയത. അവരെ വിശ്വസിച്ചാണ് ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ചത്. അപ്പോൾ കോൺഗ്രസ് അടക്കം ലീഗ് അടങ്ങുന്ന UDF-ന്റെ പിന്തുണ വന്നപ്പോൾ എനിക്ക് വളരെ ശക്തമായി വലിയൊരു പരിരക്ഷയായി, ഒരു തണലായി. എല്ലാ പ്രവർത്തനങ്ങളും അവരാണ് നടത്തിയത്. കുറച്ച് പൈസയൊക്കെ ചിലവാകുമല്ലോ ഇലക്ഷൻ. ഏറ്റവും കുറച്ച് പൈസ ചിലവഴിച്ച് ഞാനായിരിക്കും ഈ ഇലക്ഷൻ. ഏറ്റവും കുറച്ച് പൈസ, അതിന് 70%-ലേറെയും ചിലവഴിച്ചത് കോൺഗ്രസ് തന്നെയാണ്. എൻ്റെ കൈ കിട്ടിയത് മാത്രം ഞാൻ അങ്ങോട്ട് കൊടുത്തു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ശക്തമായ പിന്തുണയോടുകൂടി ഉറപ്പായിട്ട് ജയിക്കുമെന്നറിയാം. അത് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്തൊക്കെ പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ മാധ്യമങ്ങളിൽ ചിലർ കൊടുത്തു, ചിലർ ടെലിവിഷനിൽ കൊടുത്തു, ചിലർ സന്തോഷിച്ചു, എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ഇനിയും ഞാൻ കണ്ണശ എഴുതുമെന്നാണ് പറയുന്നത്. 63 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച എന്നെപ്പറ്റി ഇതുവരെ പാർട്ടിയിൽ ആർക്കുമില്ലാത്ത ഒരു കണ്ണശ എഴുത്ത്. നാട്ടുകാർ മാപ്പ് കൊടുക്കുമോ? ഇവിടെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവസാനിക്കും. കാരണം രാഷ്ട്രീയക്കാരൻ്റെ ജോലി അനാവശ്യങ്ങൾ പറയലല്ല. അനാവശ്യം ആരെങ്കിലും നിയന്ത്രിക്കാനുണ്ടോ? കന്നാലികളെ അഴിച്ചുവിട്ട പോലെ നടക്കുകയല്ലേ ഓരോ പാർട്ടി പ്രവർത്തകർ. അവർക്ക് തോന്നുന്നതൊക്കെ ചെയ്ത് തോന്നുന്നത് അതാണോ കമ്മ്യൂണിസം? സുധാകരൻ ഒരു പരിഗണനയില്ല. ഇതാരാ പറഞ്ഞ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ ഒരു പരിഗണനയില്ല. കണ്ണടച്ചോട് പിന്നെ ഹാസ്യച്ചിരിയും. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഹാസ്യാത്മകമായി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ എത്രയോ സീനിയറായ ഒരാളാണ് പാർട്ടിക്കകത്ത്. എത്രയോ സീനിയറായ ആളാണ്. സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി ഞാൻ വെടിവെല കൂട്ടാൻ പോയിട്ടില്ല. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ തന്നെ 3 തവണ നിർദ്ദേശിച്ചപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ് മാറിയ ആളാണ് ഞാൻ.
നിങ്ങൾ കയറ്റാൻ പറ്റി മതി, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള എന്നോട് പാർട്ടി തന്നെ 2 തവണ മിനിസ്റ്ററാക്കി 20 തവണ MLA ആക്കുകയും ആദ്യത്തെ ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡൻ്റാക്കുകയും 12% സിൻഡിക്കേറ്റിൽ ഇരുത്തുകയും ചെയ്തത് പാർട്ടിക്ക് എന്നിട്ടുള്ള കൂറുകൊണ്ടല്ലേ. ഞാൻ അതിനെ എങ്കിലും ഏതെങ്കിലും തരത്തിൽ പോറിലേൽപ്പിച്ചോ? ഒരു പരാതി ഉണ്ടോ? ഇല്ല. അങ്ങനെ എന്നെപ്പറ്റി സംസാരിക്കുമ്പോൾ സഖാവ് ഗോവിന്ദന് ശ്രദ്ധിക്കണ്ടേ? ഇതല്ലേ സമീപനം? അദ്ദേഹം എന്നെ ചെറ്റയെന്ന് വിളിച്ചു മുഖ്യമന്ത്രി. അപ്പം ഞാൻ മറുപടി പറഞ്ഞ ചെറ്റക്കുടിൽ താമസിക്കുന്നവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിന്നത്. അല്ല സമ്പന്നന്മാർക്ക് വേണ്ടി മണിമാളികയിൽ ആ അർത്ഥം പോലും പ്രത്യയശാസ്ത്രപരമായി അധികാരത്തിൻ്റെ ഈ വല്ലാത്ത ഒരു എന്താ പറയുന്നത്, അതിനൊരു മൂടൽ മഞ്ഞിൽ അദ്ദേഹം ഇതൊക്കെ അങ്ങ് മറന്നുപോയിരിക്കുകയാണ്. ഇന്നൊരു കമ്മ്യൂണിസം എന്താണ് ചെറ്റപ്പുരയുടെ അർത്ഥം ഇതൊക്കെ അങ്ങ് പറയുകയാണ്. പിന്നെ ഞാൻ ചെളിക്കുണ്ടിൽ കിടക്കുകയാണ്, കോൺഗ്രസിലെ ചെളിക്കുണ്ടിൽ. അതിന് ഞാൻ മറുപടി പറഞ്ഞു, അത് ശരിയാണ്. ഞാൻ കുട്ടനാട്ടിലെ ചെളിക്കുണ്ടിൽ 4 വർഷം പാർട്ടി പറഞ്ഞിട്ട് താലൂക്ക് സെക്രട്ടറി ആയിരുന്നു അവിടെ. ഒരു ദിവസം പോലും ബഹുമാനോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടനാട്ടിലെ ഒരു വരമ്പത്ത് കൂടി നടന്നിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ നിന്നൊരു ജില്ല കൊണ്ടാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ അറിയപ്പെട്ടത് തന്നെ. ഇവിടെ വന്ന് ഇടപെട്ട് ഞങ്ങളുടെ എല്ലാം പിന്തുണ കൊണ്ടാണ്. PS-ന്റെ ഒരു കരുത്തിൻ്റെ ഒരു നല്ല കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നയപരമായ ചില വ്യത്യാസങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കൂടെ പോയില്ല. അദ്ദേഹത്തോടൊരു ബഹുമാനം കുറവില്ല. ഞങ്ങൾ കൂടെ പോയില്ല, പാർട്ടിയോടൊപ്പം നിന്നു. അത് പിണറായി വിജയൻ സഹായരായി പാർട്ടി സെക്രട്ടറിയാണ്. അങ്ങനെ കരുത്തായി ആലപ്പുഴയുടെ പിന്തുണ കിട്ടി. അപ്പോൾ സംസാരിക്കുമ്പോൾ മറന്നു പോകരുത്, അന്ന് എപ്പോഴും സുതാര്യം വേണമായിരുന്നു. ഞാനൊരു കാര്യം സാധിക്കാൻ പോയില്ല. ഒരു പോസ്റ്റിൽ എന്നെ വെക്കണമെന്ന് ഇന്നേ വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് പോസ്റ്റൊക്കെ കിട്ടി. ഇതിനേക്കാൾ വലിയ പോസ്റ്റ് കിട്ടുമായിരിക്കും. അതൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ പ്രവർത്തിച്ച ഒരാളോട് സംസാരിക്കുമ്പോൾ വേണം, ഞാൻ സ്വയം ഒഴിഞ്ഞതല്ലേ. പാർട്ടി മെമ്പർഷിപ്പ് കൂട്ടണി നടത്തുമ്പോൾ ഞാൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പാർട്ടിയെ രാജിവെച്ചില്ല, പാർട്ടിയെ കുറ്റം പറഞ്ഞില്ല, പാർട്ടിയെ തന്നെ പുറത്താക്കിയില്ല. അപ്പം എന്നെ വെറുതെ വിട്ടാൽ പോരെ. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പരിഗണനയില്ല, ചെളിക്കുണ്ടിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായത്. എനിക്കിവിടെ ജനങ്ങളുടെ പിന്തുണയുണ്ടോ എന്ന് എനിക്കറിയണം. കഴിഞ്ഞ തവണ ഞാൻ സെക്രട്ടേറിയറ്റിൽ ഈ സലാമിൻ്റെ പേര് ഞാനാണ് നിർദ്ദേശിക്കുന്നത്, ചിത്രരഞ്ജൻ്റെ പേര് ഞാൻ നിർദ്ദേശിച്ചില്ല. ഇവരുടെ പേര് ആരും നിർദ്ദേശിക്കില്ല. ഞാൻ ആ പേര് നിർദ്ദേശിച്ചതിൽ ഇന്ന് ജില്ലാ നേതൃത്വത്തിലുള്ള പലർക്കും എന്നോട് ഭയങ്കര വിരോധമായിരുന്നു. സാർ എന്തിനാണ് അതിൻ്റെ പേര് നിർദ്ദേശിച്ചത്? വനിതാ നേതാവിന് ഒന്നും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. കാരണം അവരുടെ വിചാരം അവർക്കൊക്കെ മത്സരിക്കണം. പക്ഷെ ഞാൻ അവിടെ ഉള്ള ആ പ്രദേശത്തുള്ള 2 പേരുടെ പേര് പറഞ്ഞു. അവർ ജയിച്ചു. ജയിക്കുന്നതിന് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു. ഈ ഞങ്ങളെല്ലാം നടപ്പാലമെല്ലാം പണിഞ്ഞങ്ങോട്ട് നിൽക്കുന്ന സമയമാണ്. ആ ഹോട്ടലിൽ ഞാനാണ് മത്സരിക്കുന്നതെങ്കിൽ 50,000 വോട്ടിന് ഞാൻ അന്ന് ജയിക്കും. അവർ 2 ടൈം പറഞ്ഞു വേണ്ട, ഞാൻ മാറി, എനിക്ക് പ്രശ്നമില്ല. ഞാൻ മുമ്പിലൊന്ന് ജയിപ്പിച്ചു കഴിഞ്ഞാൽ പരാതി ഞാൻ വേണ്ട പോലെ പ്രവർത്തിച്ചില്ല. അങ്ങനെയുണ്ടോ? മുൻകൂട്ടി തീരുമാനിച്ച് 3-4 പേര് ഇവിടെ കൂടിയാലോചിച്ച് AK-ലുള്ള ചിലരുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതി പോയത്. ഉടൻ തന്നെ അന്വേഷണം 22 കുറ്റം ഞാൻ ചെയ്തു. കൊലക്കുറ്റം ഒഴിച്ചുള്ള എല്ലാ കുറ്റങ്ങളും ഞാൻ ചെയ്തു. എന്നെ പുറത്താക്കണം. ഇതൊക്കെയാണ് കരിയമ്മൻ്റെ റിപ്പോർട്ട്. ചർച്ച ചെയ്തപ്പോൾ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുണ്ടായില്ല. ആരും മിണ്ടിയില്ല, അലക്ഷ്യമായിട്ടിരുന്നു. ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ സാരമില്ല, സുധാകരൻ അങ്ങനെയൊന്നും അറിയത് ഒരു താക്കീത്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ജയിപ്പിച്ച് വിട്ട ശേഷം അയാൾക്ക് കൂടാലോചന നടത്തി ആരോപണം ഉന്നയിക്കുക, ആരോപണം അസംബന്ധം. പിന്നെ അതിനുമേൽ കമ്മീഷൻ വെക്കുക. ഉടനെ ഒരു കാര്യമില്ലെങ്കിൽ ഒരു താക്കീത് തരിക. ഇതൊക്കെ എൻ്റെ അർത്ഥം എന്താ? നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ടത് ഇതിനകത്ത്? അപ്പം ഞാൻ ചേർന്ന പാർട്ടിയല്ല ഇപ്പോഴുള്ള പാർട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ AKG, VMSഉം CH കണാരനും പുത്തലത്ത് നാരായണനും അങ്ങനെയൊക്കെയുള്ള മഹാരഥന്മാർ, VS അച്യുതാനന്ദൻ ഈ പാർട്ടിയെ നയിച്ച കാലത്താണ് 63 വർഷം മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 15-ാം വയസ്സിൽ ഈ പാർട്ടി ചേരുന്നത്. 18 വയസ്സ് പൂർത്തിയാകണം മെമ്പർഷിപ്പില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ വളരെ മിടുക്കനായത് കണ്ടതുകൊണ്ട് അധ്യാപകരായ കമ്മ്യൂണിസ്റ്റുകാരായ അധ്യാപകർ എന്നെ പാർട്ടി ചേർത്തന്നേ ഉള്ളൂ. ഇതൊന്നും കാര്യമായിട്ടൊന്നും പാർട്ടിയെപ്പറ്റി അറിയില്ല. ഞാൻ ഒരു പാർട്ടിയിലും ഞാൻ പോയില്ല, ഒരു സ്ഥാനമാനത്തിനും പോയില്ല. ഇപ്പോഴും ഞാൻ ഒരു പാർട്ടിയിൽ ചേർന്നില്ലല്ലോ. ഞാൻ സ്വതന്ത്രമായിട്ടാണ് മനസ്സിലാക്കി. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാണ്, UDF. ഞാൻ സഹത്തോടെ സ്വീകരിച്ചു, അവരോട് നന്ദിയുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ഒരു ചായ പോലും എൻ്റെ പാക്കറ്റിലെ പൈസ കൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകർ കുടിച്ചിട്ടില്ല. നല്ല രാഷ്ട്രീയം ഇവിടെ ഞങ്ങൾ കെട്ടിപ്പടുത്തത്. അതിൻ്റെ വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷെ അത്രയൊക്കെ പ്രവർത്തനമേ നടത്താൻ പറ്റുള്ളൂ. വീട് കിടാവുന്നതൊന്നും കയറിയില്ലല്ലോ. വീടാകുന്നതൊന്നും കയറാൻ സമയമുണ്ടായാലും എനിക്ക് കാലിനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരുപാട് നടക്കാനും പറ്റിയില്ല ആ കാലത്ത്. അപ്പോൾ എനിക്ക് നടക്കാം, അതിന് പ്രശ്നമില്ല. അതിന് ഞാൻ മുടന്തനാണെന്ന ക്യാമ്പയിൻ നടത്തിയ മുടന്തനാണ് അയാൾ. അതിൽ നടക്കത്തില്ല, ഇതൊക്കെയാണ് ക്യാമ്പയിൻ നടത്തിയത്. പിന്നെ ആളുടെ പ്രായം പറയുക, എന്താ ആരാ പ്രായം പറയുന്നത്?
82 വയസ്സ് പ്രായമായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അനുയായികളാണ് എന്നെ പ്രായം പറയുന്നത്. ഇതൊക്കെ വെറും കമ്മ്യൂണിസ്റ്റുകാർക്ക് യോജിച്ചതാണോ? കേട്ടിട്ടുണ്ടോ എവിടെയാ? അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ ആയതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മണം ഇതിലില്ല. അതിൻ്റെ പ്രതിഫലനമാണിത്. എല്ലായിടത്തും സംഭവിച്ചിരിക്കുകയല്ല, ഇവിടെ മാത്രമാണോ? ഇവിടെ 9-8 സീറ്റും 16-ൽ 21 കിട്ടിയതല്ലേ? അതിപ്പോൾ 3-ആയിട്ടോ 4-ആയിട്ടോ കുറഞ്ഞല്ലേ? ഇപ്പം എത്ര അവസാനം എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ പരിശോധിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ, ബംഗാളിലെ പോലെ ഇത് ഇല്ലാതാവാതിരിക്കണമെങ്കിൽ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള മാർക്സിസ്റ്റ് വിരുദ്ധമായ സമീപനം മാറ്റണം. ഏകാധിപത്യ വാഴ്ചയ്ക്ക് കീഴിൽ ഒരുപാട് രാജ്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. ഏകാധിപത്യ വാഴ്ചയ്ക്ക് കീഴിൽ ചില രാജ്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. ജനാധിപത്യം കുറവായിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഏകാധിപത്യ വാഴ്ചയൊന്നുമല്ല. ഇവിടെ ഏകാധിപത്യ വാഴ്ച ഇത് ജനാധിപത്യമല്ലേ? അതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവും പരിപാടിയും ഭരണത്തിൽ വെച്ചിട്ട് വേറെ എന്തോ പ്രവർത്തിക്കുകയാണ്. ഇത് കോൺഗ്രസുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഒന്നുമല്ല. ഒരു ശിഖണ്ഡിയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ശിഖണ്ഡിയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ആണോ അല്ല, കോൺഗ്രസ് ആണോ അല്ല, BJP ആണോ അല്ല. ഇതല്ലേ ഇപ്പോഴത്തെ സ്ഥിതി? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തിത്വം ഉണ്ടോ? ഇല്ല. അത് ഇനിയും കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. ഇനിയെങ്കിലും തിരുത്തണം. പലരും പാർട്ടി വിട്ടില്ലേ? അതിപ്പോൾ 3-4 പേര് 2-3 പേര് ജയിക്കുന്ന മട്ടാണ് കാണുന്നത്. ജയിച്ചു. ഞാൻ ജയിച്ചില്ല ഇതുവരെ. ഇനിയുണ്ട് 2 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജയിക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് അതെ, അതാണ് ഞാനീ പറഞ്ഞത്. അതിൻ്റെ അല്ലേ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ വരുന്ന വഴി തെറ്റാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാതയല്ല, ഇത് മാർക്സിസ്റ്റ് പാതയല്ല. ഇത് തികച്ചും മാർക്സിസ്റ്റ് വിരുദ്ധമായ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു മാർഗമാണ്. ഇപ്പോഴും കുറേയധികം ലക്ഷക്കണക്കിന് ആളുകൾ ഇത് വിശ്വസിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തല്ലോ നല്ലൊരു ഭാഗം. ഭൂരിപക്ഷം കിട്ടില്ലെങ്കിലും വോട്ട് ചെയ്തിരിക്കുകയല്ലേ. അവരെ ഇനിയും വഞ്ചിക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് തിരിച്ചു വരാൻ കഴിയണമെങ്കിൽ ഇവരെ കൊണ്ടൊന്നും നടക്കത്തില്ല. കാരണം ഇവരത് ഉപേക്ഷിച്ച് കഴിച്ചു. ഇവരാരെ കൊണ്ടാണ് പറ്റുന്നുള്ള ചരിത്രം തീരുമാനിക്കണം. ഈ നേതൃത്വം, ഈ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ ഏകാധിപത്യപരോ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ധിക്കാരപരമായ സമീപനത്തിന് ജനങ്ങൾ കാത്തിരുന്ന് കൊടുത്തൊരു മറുപടി കൂടിയല്ലേ ഇത്? പ്രത്യേകിച്ച് ചോദിച്ച ഒരാളോട് തന്നെ പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കാനാണ് ഒരു ദിവസം. അതെ, ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമായതുകൊണ്ട് ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ല. CPM-ന്റെ നേതൃത്വം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയായിരുന്നു. CPM-ന്റെ നേതൃത്വന്മാർ വേറെ ഇതുപോലെ കുറെ പേര് വന്നിട്ടുള്ള കാര്യം എന്താ കാര്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരുന്നു അതിലേക്ക് തിരിച്ചു പോകണോ? എന്നാലും കെൽപ്പുള്ളവർ നിന്നാൽ മതി, ബാക്കിയുള്ളവർ പോകാൻ പറയണം. അതൊക്കെ ജനങ്ങൾ വേണ്ട പോലെ ചെയ്തോളൂ, ട്രീറ്റ് ചെയ്തോളൂ. ഇപ്പോൾ മാറിക്കോളൂ. ഈ 5 വർഷം ജനകീയ സ്വതന്ത്രനായ MLA ആയിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കോൺഗ്രസ്സുകാർ പോലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അവരും പറയുന്ന പരിപാടി പണ്ട് പാർട്ടി ഞാൻ അല്ലായിരുന്നല്ലോ എന്നല്ലേ അവരും പ്രസംഗിക്കുന്നത്, അല്ലേ? പാർട്ടിയോടൊന്നും വിരോധമില്ല, പക്ഷേ എതിർപ്പുണ്ടായിരുന്നു, രാഷ്ട്രീയമായ എതിർപ്പ്. പ്രത്യയശാസ്ത്രമില്ല. എന്ത് പ്രത്യയശാസ്ത്രം? ഞാൻ ചോദിക്കുകയാണ്. ഒരു സഹപ്രവർത്തകരെ 10-13 വർഷക്കാലം പാർട്ടി പ്രവർത്തിച്ച് സ്വന്തം ക്യാബിനറ്റിൽ നിന്ന് ആളിനോട് ചെറ്റയെന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ, അല്ല ചെളിക്കൊണ്ട് കിടക്കാന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ 6 MP-മാരാണ് ഇടതുപക്ഷത്തിനുള്ളത്. 4 പേരും തമിഴ്നാട്ടിൽ നിന്നല്ലേ? ഈ 4 പേരും കോൺഗ്രസ് പിന്തുണ കൊടുത്താലേ, മുസ്ലിം ലീഗ് പിന്തുണ കൊടുത്താലേ, DMK പിന്തുണ. ഇപ്പൊ DMK തോറ്റില്ലേ അവിടെ? തോറ്റില്ലെങ്കിൽ അത് 10 അഴിമതിക്കാരനാണ് ആ സ്റ്റാലിൻ. അഴിമതി വീരനാണ് ഈ സ്റ്റാലിൻ. മമതാ ബാനർജിയെ പോലെ അഹങ്കാരമുള്ള ഒരു ജനാധിപത്യവാദിയാണ്. അത് എപ്പോൾ നോക്കിയാലും അവിടെ തെരുവീതിയില്ല. സെക്രട്ടേറിയറ്റിൽ അവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭരിക്കുന്ന കണ്ടോ? അവരിങ്ങനെ കൈ വീശി കിടക്കുകയാണ് കുറെ ആണുങ്ങളെ കൊണ്ട്. ഇതല്ലേ അവർ രാഷ്ട്രീയക്കാരിയാണ്. ഗുണ്ടായിസമല്ലേ കാണിക്കുന്നത്? ഗുണ്ടായിസമാണെന്ന് പറയാൻ ഇവിടെ ആരും കൊണ്ടോ? നമ്മളിപ്പോൾ എന്ത് പറ്റി അവർക്കവിടെ? BJPക്ക് വഴിയൊരുക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അത് പൂർണ്ണമായി വിജയിച്ചു. എന്തായാലും BJP അങ്ങ് വളർന്നില്ലേ അവിടെ? ആരാ ഉത്തരവാദി? CPM അവിടെ. ഞാൻ പറയണോ? ഇതെല്ലാം അതിനു ശേഷം കേരളത്തിൽ അതേ മാർഗം പിന്തുടരുന്നത് എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ശേഷം ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇരിക്കുന്ന കാലത്ത് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും. അത് മതിയെന്ന് കരുതുന്നവർക്ക് കമ്മ്യൂണിസത്തിന്റെ ഭാവിയെപ്പറ്റി അവർക്ക് ആശങ്കയില്ല. ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിനൊക്കെ വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചതാണ്. എൻ്റെ അനുജൻ കോളേജിൽ KSUവായുള്ള സംഘടനത്തിൽ അവൻ രക്തസാക്ഷിയായി. ഞാനുടനെ കോൺഗ്രസിൻ്റെ കൂടെ പോയി അനുജനെ അങ്ങ് മറന്നു. KSU ആണെന്ന് പറയുന്നില്ല. അത് ഇവരങ്ങ് തുടങ്ങി.
മനസ്സിലായില്ലേ? ഞാനതിന് മറുപടി പറഞ്ഞു. ഭുവനേശ്വരൻ എന്താ രക്തസാക്ഷിയാവാൻ കാരണം? അവൻ ക്ലാസ്സിലിരിക്കുക രാവിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഇക്കണോമിക്സ് BA സെക്കൻഡ് ഇയർ അവൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ SFI പ്രവർത്തകരോട് പറഞ്ഞു, ഭുവനേശ്വര നമ്മുടെ സഹാക്കളെ തല്ലുന്നു. അവൻ ഉടനെ എഴുന്നേറ്റപ്പോൾ അധ്യാപകൻ പറഞ്ഞ് പോകരുത് ഭുവനേശ്വര അവിടെ ഇരിക്കാൻ പറഞ്ഞു. ശവം പോയി. യൂണിറ്റ് സെക്രട്ടറി അല്ലേ. അവൻ നേരെ പ്രിൻസിപ്പലിൻ്റെ മുറിയുടെ മുമ്പിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് നിന്നും അവരെ ചങ്ങല അടിച്ച് അവനെ കണ്ടുകൂട്ടി. കണ്ണും പൊത്തി കരഞ്ഞുകൊണ്ടവൻ നേരെ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ അവിടെ മുറികളാണ്, ക്ലാസ് മുറികളാണ്. അങ്ങേയറ്റം പോയി പിന്നെ ഇങ്ങനെയുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോയി അവിടെ ഇങ്ങേയറ്റം മാത്തമാരി സദ്യ അവരുടെ സ്റ്റാഫ് റൂം അവിടെ പോയിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണും പൊത്തി ഇരിക്കുക. ഉടനെ KSUക്കാരുമായുള്ള സംഘടനത്തിൽ ഏർപ്പെട്ട SFIക്കാർ ഈ മുറിയിലേക്ക് വന്ന് കയറുക. ഇവനെ നോക്കാതെ ഒരു മുഴുവൻ ജനൽ വഴി കമ്പിയെ പൈപ്പ് പിടിച്ച് താഴെ പോയി രക്ഷപ്പെട്ടു. ഇവരെ അവിടെ ഇരുത്തി. പുറകെ ആരാ വരുന്നത്? KSUക്കാർ. അവനെ കെട്ടു തല്ലി കൊന്നു, അത്രയേ ഉള്ളൂ. ഞാൻ സംഭവിച്ചത് ഇതല്ലേ യാഥാർത്ഥ്യം. അതുകൊണ്ട് SFIക്കാരാണ് അവനെ കൊന്നതെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഉണ്ടായ സാഹചര്യം ഇതാണ്. അതിൻ്റെ കേസ് കണ്ടെത്തിയതെല്ലാം ഞങ്ങളുടെ സ്വന്തം പൈസ ഉണ്ട്. ഇവരാരും ഒരു പൈസ തന്നിട്ടില്ല. ഭുവനേശ്വരനെ കണ്ടിട്ട് പോലും ഇല്ലാത്തവരാണ് ഭുവനേശ്വരൻ്റെ പേര്. ഇതൊക്കെല്ലാം കള്ളത്തരമാണ്. ഇതൊന്നും ആരും അംഗീകരിക്കില്ല. അതാണ് പറയുന്നത്. മാവേലിക്കരയിൽ തന്നെ ഭൂരിപക്ഷം കുറഞ്ഞുണ്ടോ? 35,000 ആയിരുന്നിരിക്കുന്നത്. പോകാനൊന്നത്തല്ലോ. എന്താ കാരണം? 25,000 ഏറ്റവും സഹിച്ചറിയാൻ ഇപ്പോൾ എത്ര കിട്ടി? 7,000, 8,000, 9,000 എത്രയാ? എനിക്കറിയില്ല. എന്താ വോട്ട് കൂടാതെ? ഞങ്ങൾക്ക് കൂടുകയാണ്. എന്താ കൂടാതെ? എന്താ ഇവിടെ ഒരാൾ തോക്കുന്നത്? എന്താ അപ്പുറത്തൊരാൾ തോക്കുന്നത്? എന്താ അരൂര് തോറ്റത്? എന്താ കായംകുളത്ത് ഞാൻ സംഭവിച്ചത്? പറ. സ്വയം ചിന്തിച്ചാൽ കൊള്ളാം. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച് പാർട്ടിയുടെ ആശയങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്നവർ ഈ പാർട്ടി ശരിയല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നതുകൊണ്ട് അവരുടെ അച്ഛനെയും അമ്മയും മക്കളെയും ഭാര്യയൊക്കെ പറഞ്ഞതുകൊണ്ടോ വ്യക്തിപരമായി ആക്ഷേപിച്ചതുകൊണ്ടോ രാഷ്ട്രീയം വിട്ട് മറ്റ് അനാവശ്യങ്ങളിൽ കടന്നതുകൊണ്ടോ ഒന്നും പരിഹാരമാവില്ല. ജനങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ടത്, നല്ല രാഷ്ട്രീയം. ആ നല്ല രാഷ്ട്രീയം ഇവിടെ വളർത്താൻ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എന്നും ചെലവഴിക്കും. CPM-ൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ സ്വതന്ത്ര ജനാധിപത്യവാദിയായി പ്രവർത്തിക്കും. ഭാവത്തിൽ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങളെയൊക്കെ എല്ലാം എന്ത് ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു ഭരണത്തിന് കൂടെ കിട്ടിയ തിരിച്ചടിയായിട്ട് ഇതിനെ കാണുന്നു. ഞാൻ അതിനെപ്പറ്റി പറയേണ്ടതൊക്കെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു. ഇപ്പം ഇത്രയൊക്കെ മതി. ആരാ? ആ അതെ അതെ, ഞാൻ പോരാടും. സർക്കാരിൻ്റെ നയപരിപാടികൾ വരുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പോരാടും. എല്ലാവരും പോരാടണം. എല്ലാ പാർട്ടികളിലും ഇത് വളർന്നു വരാം. CPM കുറച്ച് കൂടുതലാണ്. ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ. ടീച്ചേഴ്സൊക്കെ ഒന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. ഇല്ല, ഞാൻ അത് എഴുതാപ്പുറം ഒന്നും വായിക്കല്ലേ. ഞാനതൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ സ്വതന്ത്രനാണ്. UDF പാർലമെന്ററി പാർട്ടി റോയി UDF-നകത്തുള്ളവർ മാത്രമേ വരുള്ളൂ. അല്ല, കൗണ്ടിങ് പോകണം. സ്വതന്ത്രം എന്നുള്ള തരത്തിൽ ഞാൻ സ്വതന്ത്രനാണ്. അത് പ്രയോജനപ്പെട്ടുള്ളൂ. ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ മുമ്പിൽ അങ്ങനത്തെ ചിന്തയേ ഇല്ല. എനിക്ക് മന്ത്രിസ്ഥാനം വലിയ കാര്യവുമല്ല. ഏൽപ്പിച്ചതൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പോയില്ല. പക്ഷെ അത് ശരിക്കും ചെയ്തു. അതിൻ്റെ ഗുണം ഇപ്പോഴും ഈ ഗവൺമെൻറ് അനുഭവിച്ചു. ഒരു PWD റോഡ് അവർക്ക് പണിയേണ്ടി വന്നില്ല കേരളത്തിൽ. ഒറ്റ പൈസ PWD റോഡ് നന്നാക്കാൻ ചെലവഴിക്കേണ്ടി വന്നു. ആ റോഡ് കിടക്കുക ഇപ്പോൾ 9 വർഷമായിട്ട്. സത്യമല്ലേ? അത് മാത്രം മതി. എന്നിട്ട് അവർ നമ്മളോട് നന്ദി കാണിച്ചോ? മര്യാദ കാണിച്ചോ? അത്രയേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.